പേർഷ്യയിലെ ഒരു രാജാവിൻ്റെ ഒരു കഥയുണ്ട്. ഒരു കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ അദ്ദേഹം 2 തൊഴിലാളികളെ വിളിച്ചു. വെള്ളം കോരി ഒരു വലിയ അരിപ്പയിലേക്ക് ഒഴിക്കണം. 2 പേരും വെള്ളം കോരുവാൻ തുടങ്ങി. ഒഴിക്കുന്ന വെള്ളത്തിന് ഒരു കണക്കുമില്ല. ഒഴിക്കുന്ന നേരത്ത് തന്നെ അത് വെളിയിൽ പോകുന്നതിനാൽ ജോലിയിൽ ഒരു സംതൃപ്തിയുമില്ലാത്ത അവസ്ഥ. അതിൽ ഒരാൾ പരാതി പറഞ്ഞ് ഈ പണി മതിയാക്കി തൻ്റെ വഴിക്ക് പോയി. മറ്റേയാൾ പണി തുടർന്നു. ഒരു റിസൾട്ടുമില്ലാത്ത ഒരു പണി. കിണറ്റിലെ വെള്ളം ഒരു അരിപ്പപാത്രത്തിൽ ഒഴിക്കുക. വൈകുന്നേരമായപ്പോൾ താൻ കിണറ്റിലേക്ക് നോക്കി. വെള്ളം പൂർണ്ണമായും വറ്റിയിരിക്കുന്നു. താൻ വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൽ രാജാവിൻ്റെ മോതിരം കിടക്കുന്നത് കണ്ടു. അവൻ രാജാവിനെ വിളിച്ച് രാജാവിൻ്റെ മോതിരം കാണിച്ചു കൊടുത്തു. രാജാവ് പറഞ്ഞു, ഞാൻ ഈ കിണർ വറ്റിക്കുന്നതിനു വേണ്ടിയാണ് ഇതിലെ വെള്ളം കോരുവാൻ പറഞ്ഞത്. എൻ്റെ മോതിരം ഇതിൽ വീണുപോയിരുന്നു. എനിക്കത് കണ്ടെടുക്കണം. എന്നാൽ അരിപ്പയിൽ ഒഴിക്കുന്ന വെള്ളം ഒരു റിസൾട്ടും തരാത്തത് കണ്ടപ്പോൾ നിന്റെ കൂട്ടുകാരൻ ഇട്ടേച്ചും പോയി. എന്നാൽ നീ സമർപ്പണത്തോടു കൂടെ വെള്ളം കോരി. എന്തിനു വേണ്ടി കോരുന്നുവെന്നൊന്നും അറിയാതെ നീ ക്ഷമയോടുകൂടെ വെള്ളം കോരി കിണർ വറ്റിച്ചു. ഫലമോ വിജയമോ പ്രതിഫലമോ നോക്കാതെ നീ നിന്റെ പ്രവൃത്തി ചെയ്തു. പക്ഷേ ഇതിനുള്ളിൽ മോതിരമകപ്പെട്ടു എന്നത് അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. അരിപ്പ ഒരു വശത്തു വെച്ചതിനും കാരണമുണ്ട്. അഥവാ കോരുന്ന വെള്ളത്തിൻ്റെ കൂടെ മോതിരവുമുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടെടുക്കണം. ഈ ജോലി നിന്നെ സംബന്ധിച്ച് അർത്ഥമില്ലാത്തതായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ രാജമോതിരം വീണ്ടെടുക്കുവാനുള്ള കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായിരുന്നു. നമ്മെ ദൈവം ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാറുണ്ട്. ചില കടമകൾ നാം ചെയ്യുമ്പോൾ അതിൽ ഒട്ടും റിസൾട്ട് കാണാറില്ല. ആരും കാണാതെ, ഒരു സംതൃപ്തിയുമില്ലാതെ നാം കഷ്ടപ്പെടുന്ന ചില ജോലികളുണ്ട്. അരിപ്പയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള ചില കഷ്ടപ്പാടുകളുണ്ട്. നാം നോക്കുന്നത് പലപ്പോഴും പെട്ടെന്നുള്ള ഒരു ഫലത്തിലാണ്. എന്നാൽ എത്ര വെള്ളം കോരിയാലും അരിപ്പയിൽ ഒഴിക്കുന്നത് പോലെയുള്ള വ്യർത്ഥമെന്ന് തോന്നിക്കുന്ന ജോലികൾ പോലും നാം സമർപ്പണത്തോടു കൂടെ ചെയ്താൽ ഒടുവിൽ ഒരു പ്രതിഫലം വെളിപ്പെട്ടു വരും. നാം എന്തിന് ഇത് ചെയ്യുന്നുവെന്ന് ആത്യന്തികമായി അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. ഇതൊരു ദൈവിക നിയോഗമായി നീ ഒന്ന് കണ്ടു നോക്കൂ. ആദരിക്കുന്ന ദൈവം രാജകീയമായി തന്നെ നിന്നെ ഒടുവിൽ മാനിക്കും. കണ്ടു നിൽക്കുന്നവർ അധൈര്യപ്പെടുത്തിയേക്കാം, അവർ പരിഹസിച്ചേക്കാം, അവർ ഒറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ മറക്കരുത്, ഈ ജോലി നിന്നെ ഏൽപ്പിച്ചത് സ്വർഗത്തിലെ രാജാവാണ്. ആ രാജാവ് സകലതും കാണുന്നുണ്ട്. ആ രാജാവിന് ഒരിക്കലും കണക്കുകൾ തെറ്റുകയില്ല. നഷ്ടമായതെല്ലാം അനവധി പ്രതിഫലമായി ഒടുവിൽ നിനക്ക് മടക്കിത്തരും. മറ്റുള്ളവർ മനുഷ്യരെ കാണിക്കുവാൻ, അവരുടെ നല്ല അഭിപ്രായം കിട്ടുവാൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുമ്പോൾ നീയോ ആരും കാണാതെ ആ മറവിൽ, ആ രഹസ്യത്തിൽ വിശ്വസ്തനായി അത് തുടരൂ. ദൈവമോ നിനക്കായി ഒരു പ്രതിഫലം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. മുഖപക്ഷം ഇല്ല.